ഓരോ സംസാരത്തിൻ്റെ തുടക്കത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ ഉപദേശിച്ച കാര്യമാണ് കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം അത് വഴികേടാണ്. വഴികേടെല്ലാം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആ റസൂലുള്ളാഹിയുടെ സഹാബത്ത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ശരിയായ ഉദാഹരണങ്ങളായിരുന്നു. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടമാക്കാൻ ഒരു റബീഉൽ അവ്വൽ മാസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മങ്ങളുടെയോ ആവശ്യമില്ലായിരുന്നു എന്ന് ആ സഹാബത്തിൻ്റെ ചരിത്രവും ഹദീസുകളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മറിച്ച് ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, അല്ലെങ്കിൽ ഡെത്ത് ഡേ ആഘോഷിക്കുക, ചരമദിനമാകട്ടെ അല്ലെങ്കിൽ ജനിച്ച ദിവസമാകട്ടെ, അത് ആഘോഷിക്കുക അല്ലെങ്കിൽ അത് സ്മരിക്കുക എന്നുള്ളത് മുസ്ലിമിൻ്റെ ഏർപ്പാടല്ല. അത് പ്രവാചകന്മാരുടേതുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മക്കളാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, ഇതെല്ലാം ഇങ്ങനെ ഒരു ദിനം, ചരമദിനമോ ജനന ദിനമോ ആഘോഷിക്കുന്നതും അത് വർഷം വർഷം പുതുക്കി ഓർമ്മ പുതുക്കുന്നതുമെല്ലാം മറ്റുള്ള മതസ്ഥരിൽ നിന്നും വന്നതാണ് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ, പ്രമാണങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. ജൂത ക്രിസ്ത്യാനികളിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഈ ജന്മദിനം ആഘോഷമാകട്ടെ, ഇങ്ങനെയുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം അവർ അവരുടെ പ്രവാചകന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അത് ഷിയാക്കളിലൂടെ ദീനുൽ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായ ആളുകളിലേക്ക് കടന്നു വരുന്നു. സൂഫികളും ത്വരീഖത്തുകാരുമായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ശരിയാവിധം മനസ്സിലാക്കാത്ത ആളുകൾ അത് ഏറ്റുപിടിച്ചു കൊണ്ട് നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോ മുൻഗാമികൾക്കോ ആർക്കും പരിചയമില്ല എന്നർത്ഥം. ഇത് പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യങ്ങൾ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പലതും ചെയ്യുന്നുണ്ടല്ലോ, കൂലി കിട്ടണം, പ്രതിഫലം ലഭിക്കണം, ദഅവാ പ്രവർത്തനമാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവനമാണ്, ഖിദ്മയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മദ്രസ നടത്തുന്നു. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ മദ്രസയില്ല. നമ്മൾ സമ്മേളനങ്ങളും അതേപോലെ തന്നെ ദഅവാ പ്രോഗ്രാമുകളെല്ലാം നടത്തുന്നുണ്ട്, എക്സിബിഷനുകൾ നടത്തുന്നു. ഫ്ലക്സ് ബോർഡുകളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ എഴുതിക്കൊണ്ട് അച്ചടിച്ചുകൊണ്ട് പ്രിന്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ എക്സിബിഷനുകളൊക്കെ നടത്തുന്നുണ്ട്. അറബി കോളേജുകൾ നടത്തുന്നു, മതകലാലയങ്ങൾ നടത്തുന്നു. അതിന് ഇന്ന പീരിയഡുകൾ നിശ്ചയിച്ചു കൊടുക്കുന്നു. ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ലല്ലോ എന്ന്. എന്നാൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് ചില ആളുകളെങ്കിലും സാധുക്കളായ ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്രസ നടത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളി മദ്രസയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത്? ദീനാണ് പഠിപ്പിക്കുന്നത്, ഖുർആൻ പാരായണമാണ് പഠിപ്പിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചും അതേപോലെ തന്നെ സഹാബത്തിന്റെ വീടുകളിൽ വെച്ചുമെല്ലാം ദീന് പഠിപ്പിച്ചു കൊടുത്തു. അതിന് സഹോദരന്മാരെ ഒരു അസിലുണ്ട്, ഒരു അടിത്തറയുണ്ട്. മതം പഠിപ്പിക്കുക എന്നുള്ള അടിത്തറ അത് കാലാകാലങ്ങളിലായിക്കൊണ്ട് ദീനിന് എതിരാകാത്ത രീതിയിൽ നമ്മുടെ മതം പ്രബോധനമാകട്ടെ, മതം പഠിപ്പിക്കലാകട്ടെ, അതേപോലെ തന്നെ മതം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാകട്ടെ, അത് കാലഘട്ടത്തിനനുസരിച്ച് ദീനിനെതിരാകാത്ത രീതിയിൽ മാറ്റം വരുന്നതിന് തടസ്സമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചില ആളുകൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ഹഫ് അഥവാ ഖുർആൻ അത് എല്ലിലും തോലിലും ഒക്കെ ആയിരുന്നല്ലോ, ഈത്തപ്പനയുടെ മട്ടലിലൊക്കെ ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അത് മുസ്ഹഫിലാക്കുക, രണ്ട് ചട്ടക്കുള്ളിലാക്കുക? അത് ബിദ്അത്തല്ലേ, പുത്തനാചാരമല്ലേ, റസൂലുള്ളാഹിക്ക് പരിചയമില്ലല്ലോ.
അഥവാ ഖുർആൻ ക്രോഡീകരണം തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അല്ലേ ഉണ്ടായത് എന്ന് ചില ആളുകൾ പറയും. സഹോദരന്മാരെ, അത് തെറ്റിദ്ധാരണയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രോഡീകരിച്ചിട്ടുണ്ട്. ഏത് സൂറത്താണ്, ഏത് സൂറത്തുകൾക്ക് ശേഷമാണ്, ഇന്ന സൂറത്തിൽ ഏതെല്ലാം ആയത്തുകളാണ്, എത്ര ആയത്തുകളാണ് എന്നുള്ളതെല്ലാം നിശ്ചയിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഓതി കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പൂർണ്ണമായി കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ കൃത്യമായി കൊണ്ട് തന്നെ ഓർഡർ അനുസരിച്ച് ഒരായത്തും ഇന്ന സൂറത്തിലുള്ള ആയത്ത് അത് മറ്റൊരു സൂറത്തിലേക്ക് മാറാതെ തന്നെ ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സഹാബത്തിന്റെ ഹൃദയങ്ങളിലെല്ലാം 30 ജുസ് കാണാപാഠം പഠിച്ച സഹാബികൾ ഉണ്ടായിരുന്നു. അവർ ഈ ഓർഡറിലാണ് പഠിച്ചത്. അത് കാലക്രമത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില സഹാബികളെ, ഖുർആൻ പണ്ഡിതന്മാരായ സഹാബികളെ ഏൽപ്പിച്ച് അത് 2 ചട്ടക്കുള്ളിലാക്കി. അതിങ്ങനെയാ സഹോദരന്മാരെ ബിദ്അത്താവുക, പുത്തൻ ആചാരമാവുക. ഇന്നത് CD-യിലാക്കി, പെൻഡ്രൈവുകളിലാക്കുന്നു, നമ്മുടെ മൊബൈലിലുണ്ട്, ക്ലൗഡിലുണ്ട്. അത് സഹോദരന്മാരെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരിക എന്നുള്ളത് അത് ദീനിന് യാതൊരു ദീനിന് പരിക്കുണ്ടാക്കുന്നില്ല. റസൂലുള്ള പഠിപ്പിച്ച ദീനിൽ ഒരു വ്യത്യാസവുമില്ല. ഒരാൾ പറയുകയാണ്, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലിലും തോലിലും ഈത്തപ്പന മട്ടലിലുമൊക്കെയാണ് ഖുർആൻ ഉണ്ടായിരുന്നത്. ആ ഖുർആൻ അങ്ങനെ തന്നെ അതിൽ നിന്നും ഓതുന്നതിനേക്കാൾ കൂടുതൽ കൂലി, ശ്രേഷ്ഠത മൊബൈലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വിദ്അത്തായി. അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ വെച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ അതിന് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അത് വിദ്അത്തായി. അപ്പൊ സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലാത്ത ഒരു പുതിയ ആചാരം ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെ നിസ്കരിക്കേണ്ടെന്ന് റസൂലുള്ളാഹി കാണിച്ചു തന്നു. റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്ന് സഹാബത്തിന് കാണിച്ചു കൊടുത്തു. സഹാബത്ത് ആ സ്നേഹത്തിൽ 100-ൽ 100 മാർക്ക് വാങ്ങി അല്ലേ? അപ്പോ നിസ്കാരം എങ്ങനെയാന്ന് പറഞ്ഞു, നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് കാണിച്ചു കൊടുത്തു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ആ രൂപം, ഒരു പുതിയ രൂപം, ഒരു പുതിയ താളം, കോലം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുണ്ടാക്കിയെടുത്തു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ള നിർബന്ധ കർമ്മം 100-ൽ 100 ചെയ്ത ആളുകളാണ് സഹാബത്ത്. അവർക്ക് റബീഉൽ അവ്വൽ മാസം വരാൻ അവർ കാത്തു നിന്നിട്ടില്ല. സഫറിനേക്കാൾ ഒരു പ്രത്യേകത റബീഉൽ അവ്വൽ വന്നപ്പോൾ അവർ കണ്ടിട്ടില്ല. റബീഉൽ ആഖിറിനേക്കാൾ ഒരു പ്രത്യേകത റബീഉൽ ആഖിറിനേക്കാൾ പ്രത്യേകത റബീഉൽ അവ്വലിനെ അവർ കണ്ടിട്ടില്ല. അവർക്ക് ഈ പറയപ്പെട്ട റബീഉൽ അവ്വൽ മാസം സാധാരണ മാസങ്ങളെ പോലെ പോവുകയായിരുന്നു. അപ്പോൾ സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന നിർബന്ധമായിട്ടുള്ള ബാധ്യതക്ക് പ്രത്യേക രൂപവും അതേപോലെ തന്നെ കോലവും വരികയാണ്. ഓരോ കാലഘട്ടത്തിലും മാറ്റം വരികയാണ്. ഇപ്പൊ കണ്ടില്ലേ സഹോദരന്മാരെ, സുബഹിക്ക് പോലും പള്ളി കാണാത്ത ആളുകൾ, സുബഹിക്ക് പോലും പള്ളിയിൽ പോകാത്ത ചെറുപ്പക്കാരും അതേപോലെ തന്നെ പള്ളിയിലേക്ക് എത്താത്ത ആളുകൾ, സാധാരണ 8 മണിക്കും 7 മണിക്കൊക്കെ എണീക്കുന്ന ആളുകൾ, ആ സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തപ്പ ഇപ്പോൾ വിളിക്കണം, ഞാൻ കിടന്നുറങ്ങില്ലായിരുന്നു പറയുന്ന ആളുകൾ 3:30 മണിക്ക് 4 മണിക്ക് പള്ളി സജീവമാണ്. എന്ന് റബീഉൽ അവ്വൽ 12-ന്. എന്തിന്? റസൂലുള്ളാഹി ജനിച്ച സമയമാണത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയമാണത്ര, സുബഹിക്ക് തൊട്ട് മുമ്പ്. അതുകൊണ്ട് പള്ളികളൊക്കെ സജീവമായി. പള്ളിയിലെത്താത്തവരൊക്കെ അന്ന് പള്ളിയിലെത്തി. എന്തിന്? 3:30 മണിക്ക് 4:30 മണിക്ക് 4 മണിക്ക് എല്ലാ മഹല്ല് പള്ളികളും സജീവമാണ്. എന്നിട്ട് മൈക്കിലൂടെ ബോക്സിലൂടെ നല്ല അശ്റഖ് ബൈത്ത് ചെല്ലുകയാണ്. കാരണവന്മാരായ ആളുകളോട് ചോദിച്ചാൽ ഇതൊന്നും മുമ്പില്ലായിരുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ റാലികളും അതേപോലെ തന്നെ മൗലൂദ് ഓതി പിരിയലായിരുന്നു. ഇങ്ങനെ പള്ളിയിൽ ആ സമയത്ത് ഒരു ഒരുമിച്ച് കൂട്ടൽ. അതെന്താ സഹോദരന്മാരെ? റസൂലുള്ളാഹി പറഞ്ഞു, ജൂത ക്രിസ്ത്യാനികളായ ആളുകളെ നിങ്ങൾ പിൻപറ്റും, മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റും അല്ലേ? യേശു ക്രിസ്തു ജനിച്ച സമയം അത് ഒരു നൈറ്റിലാണ്, രാത്രിയിലാണ്. ആ സമയത്ത് അവർ കുർബാന ചൊല്ലുന്നു, യേശുവിനെ കുറിച്ചുള്ള പോരിശകൾ പറയുന്നു, ബൈബിള് ചൊല്ലുന്നു. അത് അവർ ആ സമയം തന്നെ തിരഞ്ഞെടുക്കുന്നു. ആ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ആചാരവും അതേപോലെ തന്നെ രൂപവും അവർക്കുണ്ട്.
ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്കുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ. അപ്പോൾ ഇങ്ങനെ പുതുതായ പുത്തനാചാരങ്ങളും അതേപോലെ തന്നെ പുതുതായ പ്രവർത്തനങ്ങളും രൂപങ്ങളും കോലങ്ങളുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ഇവിടെ കൊണ്ടുണ്ടാക്കുകയാണ് സഹോദരന്മാരെ. ഇത് നമ്മൾ പറയുന്നത് ഇതൊരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ല. എന്താ ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? വലിയ മദ്ഹബിന്റെ പണ്ഡിതന്മാർ പോലും ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ ത്വരീഖത്തുൻ ഫിദ്ദീൻ മുഖ്തറഅ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു പുതിയതായ സിസ്റ്റം, ഒരു രൂപം, ഒരു ആചാരം ഉണ്ടാക്കലാണ്. തുലാഹി ശരീഅ യഖ്സുദു ബിസ്സുലൂകി അലൈഹാ അൽ മുബാലഗ ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് എടുക്കാൻ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനായിക്കൊണ്ട് മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, അവർക്കാർക്കും പരിചയമില്ലാത്ത, അവരെക്കാൾ ഓവറാകുന്ന ഒരു സിസ്റ്റം, പുതിയ രീതി ഉണ്ടാക്കിയെടുക്കലാണ് ബിദ്അത്ത്, പുത്തനാചാരം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മദ്ഹബിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇതാണ് ദീനിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിച്ചു തന്ന് വഫാത്തായി പോയി. അതാണ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്ന് ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്ത് ചൊല്ലിക്കൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1500 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതെന്തോ അത് മാത്രമാണ് ദീന്. അതല്ലാത്തതൊന്നും ഇന്നും ദീനല്ല, ഇന്നും ദീനാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകളെ വിളിച്ചു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ കൊണ്ടുതന്നിട്ടുള്ള മതം, അതാണ് ഒരു മനുഷ്യൻ മുറുകെ പിടിക്കേണ്ടത്. അതല്ലാത്തത്, ദീനല്ലാത്തത്, മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള ആചാരങ്ങൾ അതാരെങ്കിലും പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആൽ ഇംറാനിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ സംശയം പ്രകടിപ്പിക്കുന്നു. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത അല്ലാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന അൽ മുഅ്മിനീങ്ങളായ സഹാബത്ത്, അവരുടെ വഴിയല്ലാത്ത മാർഗം ഒരാൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ എവിടേക്കാണ് പോയത് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനങ്ങോട്ട് തെളിച്ചു കൊണ്ടുപോകും. അഥവാ ആ സഹാബത്താണ് പ്രൈമറി ഓഡിയൻസ്, അവരാണ്. റസൂലുള്ളാഹി എന്താണ് ഈ ആയത്ത് കൊണ്ട്, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അവർക്കറിയാം. ദീനിന്റെ പ്രമാണങ്ങൾ 100ക്ക് 100 ചെയ്ത ആളുകളാണവർ. അങ്ങനെ മാർക്ക് കിട്ടിയ ആളുകളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, അർശിന്റെ മുകളിൽ നിന്നും, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഉത്തമ തലമുറ. അല്ലാഹ് വീണ്ടും പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആരെ? ഈ സഹാബത്തിന്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, അവർ ചെയ്തതെന്തോ അതാണ് മതം. അതല്ലാതെ മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളത് അത് മതമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടക്കാരിൽ കൂട്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അടിക്കടി പറയുകയാണ്. ഫല്ലദീന ആമനൂ ബിഹി, ആ റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, വഅസ്സറൂഹു വനസറൂഹു, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബലം കൊടുക്കുന്ന ആളുകൾ, ആ റസൂലുള്ളാഹിനെ സഹായിക്കുന്ന ആളുകൾ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മാഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ആ പ്രകാശം, ആ ദീനാകുന്ന പ്രകാശത്തെ പിൻപറ്റുന്ന ആളുകൾ. ഏതാ പിൻപറ്റേണ്ടത്? ഷിയാക്കൾ കൊണ്ടുവന്നതോ ജൂതന്മാരും ക്രിസ്ത്യാനികളും കൊണ്ടുവന്നതോ അല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതത്തെ സ്വീകരിക്കുന്ന ആളുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളായിട്ടുള്ള ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ ഗൗരവത്തോടുകൂടി പറഞ്ഞ സംഗതിയാണ് സഹോദരന്മാരെ. നല്ലതല്ലെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂല. മതത്തിലുള്ളതൊക്കെ നല്ലതായിരിക്കും, അതിൽ നിസ്കാരമായിരിക്കും. മതത്തിൽ കൂട്ടിച്ചേർത്തതെല്ലാം നല്ലതായിരിക്കും. ആരും കള്ളുകൂടി മതത്തിൽ ഉണ്ടാക്കൂല വിദേഹത്താന്ന് പറഞ്ഞിട്ട്. പുതിയ ദിക്റുകൾ, പുതിയ ദുആകൾ, പുതിയ നമസ്കാരങ്ങൾ, പുതിയ രീതികൾ, മാലകൾ, മൗലിദുകൾ, ഇതൊക്കെ കണ്ട നല്ല തന്നെയാണ്.
നല്ലതല്ലെന്ന് വിചാരിച്ചുണ്ടാക്കാൻ പറ്റുമോ സഹോദരന്മാര്? സുബഹി നമസ്കാരം റസൂൽ 2 റക്അത്ത് പഠിപ്പിച്ചു, അത് 4 റക്അത്താക്കാൻ പറ്റുമോ? സുജൂദല്ലേ, റുകൂ അല്ലേ, നല്ലതല്ലേ, പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് ദീനല്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടത് അത് എന്താകട്ടെ അത് വഴികേടാണ്, അത് നല്ലതല്ല. നല്ലതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് മതത്തിൽ പുതുതായി എന്തൊന്നുണ്ടായിട്ടുണ്ടോ അതെല്ലാം വഴികേടാണ്. വഇൻ റഅ അന്നാസു ഹസന, ജനങ്ങൾ നല്ലതായി കണ്ടാലും നല്ലതല്ലേ, ജനങ്ങൾ നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നു. എന്താ നിസ്കാരല്ലേ, ദാനധർമ്മം കൊടുക്കലല്ലേ, അന്നം കൊടുക്കലല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ, ജനങ്ങൾക്ക് നല്ലതായി തോന്നുന്നു. പക്ഷേ നല്ലതാണെങ്കിൽ, ദീനിലുള്ളതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും എന്ന് ആരാ പറയുന്നത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പം നല്ലതാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും, അള്ളാഹിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ. എത്രത്തോളം സഹോദരന്മാരെ ഇവിടെ നോക്കൂ നിങ്ങൾ, എന്തെല്ലാം പുതിയ മാലകളും മൗലിദുകളും പക്ഷിപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും മദ്ഹുകൾ എന്ന പേരിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രമാണങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഇന്ന കൂലി, റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന കൂലി, ഇന്ന പ്രതിഫലം, ഇതൊക്കെ ആര് നിശ്ചയിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പോലെ സമാന്തരമായി ദീൻ ഉണ്ടാക്കുന്നു. റസൂലുള്ളാഹിക്ക് പറ്റുമോ ദീൻ ഉണ്ടാക്കാൻ? എന്താ നിങ്ങളുടെ അഭിപ്രായം? റസൂലുള്ളാഹിക്ക് ദീൻ ഉണ്ടാക്കാൻ പറ്റുമോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനിലൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നമ്മൾ ഖുത്ബയിൽ പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്ന് ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകരെ, അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ഒന്ന് ഊഹിച്ച് പറയാമായിരുന്നു. റസൂലുള്ളാഹി പറയാ, ഊഹിച്ച് തീരെ ഇല്ല, പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പറയുന്നുണ്ടോ അള്ളാഹിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ. റസൂലുള്ളാഹിക്ക് പോലും ഉണ്ടാക്കാൻ കഴിയൂല. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു വഹീയുമായി വന്നപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ, ജനങ്ങൾ ചോദിക്കുന്നു, അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ജിബ്രീൽ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല മുഹമ്മദ് നബിയെ. എന്നിട്ട് ജിബ്രീൽ അള്ളാഹിന്റെ അടുത്ത് പഠിച്ച് അള്ളാഹിന്റെ വഹീയുമായി കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു കൊടുത്തു, അതേ അഹബ്ബുൽ ഈ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹിന്റെ പള്ളികളിൽ ഏറ്റവും അള്ളാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും, ഭൂമിയിലെ സ്ഥലങ്ങളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് പള്ളികളാണ്. ഏറ്റവും വെറുക്കപ്പെട്ടത് അങ്ങാടികളാണ്. അങ്ങാടി പോയിരിക്കുക, അങ്ങാടി പോയി സൊറ പറയുക, അങ്ങാടിയിൽ കേന്ദ്രമായി വെക്കുക, ഇല്ല, അത് കച്ചവടക്കാർക്ക് അവരെ കച്ചവടത്തിന് പറ്റും. മുഅ്മിന് പോയിരിക്കാനുള്ളതല്ല അത്, അവിടെ സൊറ പറയാനുള്ള സ്ഥലമല്ല എന്ന് അഡീഷണലായി ഒന്നും കൂടി പഠിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാക്കൽ പറയുകയാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ. ഈ വിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു റസൂലുള്ളാഹി കെട്ടിയുണ്ടാക്കിയതാണ്, മുഹമ്മദിന് തൊള്ളി തോന്നിയത് പറഞ്ഞതാണ്. അല്ല, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, അല്ലാഹു തിരുത്തി. അല്ല, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന ആളല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഇറക്കപ്പെട്ടതാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, മക്കാ മുശ്രിക്കോട് പറയണം, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ആ മുഹമ്മദ് നബി എങ്ങാനും ഈ ദീനിൽ റസൂലുള്ളാഹിക്ക് തോന്നിയത് പറയുകയാണെങ്കിൽ, റസൂലുള്ളാഹിക്ക് നല്ലതെന്ന് തോന്നിയത്, തർക്കടിലെ ഉമ്മത്ത് ചെയ്യട്ടെ എന്ന് തോന്നി, അങ്ങനെ വലുതും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ, മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലത് കരം കൊണ്ട് നാം അവനെ പിടിക്കുകയും അദ്ദേഹത്തെ പിടിക്കുകയും, സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിയുടെ കണ്ടനാടി ഞാൻ അറുത്തു മാറ്റുകയും ചെയ്യും. ഏതാ സഹോദരന്മാരെ ആയത്ത്? സൂറത്തുൽ ഹാക്കയിലെ 43, 44, 45, 46, 47 ആയത്തുകളാണ്. പരിശോധിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൽ എന്തെങ്കിലും റസൂലുള്ളാഹിക്ക് തോന്നിയത് എക്സ്ട്രാ ഫിറ്റിംഗ് നടത്തിയാൽ, ഒഴിവാക്കിയാൽ, എന്താ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയണം, ഐ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ കാന കമാ യസ്ഉമൂന, അതേ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്ന പോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ കെട്ടിയുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ, അതേ ഫസാദ ഫി റിസാലത്തി ഔ നഖസ മിൻഹാ, അല്ലാഹ് പറഞ്ഞതിൽ വെള്ളം ചേർത്തു, കുറച്ച് കൂട്ടി, അല്ലെങ്കിൽ കുറച്ചു എന്ന രീതിയിലാണെങ്കിൽ, ഔ ഖാല ശൈഅൻ മിൻ ഇൻദി ഫനസബഹു ഇലൈനാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് അള്ളാഹിന്റെ പേരിൽ അള്ളാഹിന്റെ ദീനിൽ കെട്ടിവെച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയെ പിടിച്ച് കണ്ട നടി കൈത്തറുത്ത് മാറ്റുമെന്ന് അല്ലാഹ് പറഞ്ഞത് റസൂലുള്ളാഹിനോട്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദീൻ ഉണ്ടാക്കാൻ പറ്റൂല. ശാരി ആരാണ്? ശാരി അല്ലാഹു സുബ്ഹാനഹു വ തആല. മതം ഉണ്ടാക്കുന്ന ആൾ. മതം ആരുടേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അത് പറഞ്ഞു തരേണ്ട മെസ്സഞ്ചർമാരാണ് പ്രവാചകന്മാർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സഹോദരന്മാരെ പുതിയതൊന്നും ഉണ്ടാക്കാനും പുതിയ രൂപകൽപ്പന നടത്താനും സാധിക്കുകയില്ലെങ്കിൽ, പറ്റുകയില്ലെങ്കിൽ, ഹറാമാണെങ്കിൽ പിന്നെ സഹോദരന്മാർ എത്ര കാര്യങ്ങളാണ് ഇവിടെ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ളത്. പുതിയ നിസ്കാരങ്ങൾ, പുതിയ നോമ്പുകളിൽ ഇല്ലാത്ത നോമ്പുകൾ, ബറാത്ത് നോമ്പ്, മിറാജ് നോമ്പ്, അതേപോലെ തന്നെ ഹാജത്തിന്റെ നിസ്കാരം, 12 റക്അത്ത് നിസ്കാരം, കുതുബിയത്ത് ചൊല്ലുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കാരം, പുതിയ നിസ്കാരം, പുതിയ നോമ്പ്, പുതിയ രൂപങ്ങൾ, രീതികൾ, അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാർ. അതുകൊണ്ട് അള്ളാന്റെ ദീൻ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് സഹാബത്ത് പരിപൂർണമായി ചെയ്തു. സ്വർഗം ലക്ഷ്യം വെക്കുന്ന ആളാണെങ്കിൽ അത് ചെയ്താൽ തന്നെ ധാരാളം മതി സഹോദരന്മാരെ. അതന്നെ ധാരാളമായി ചെയ്യാനുണ്ട്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് മുക്തമാക്കുക. ജീവിതം ഒരു ബിദ്അത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബയുടെ തുടക്കത്തിലും പറയാറുള്ളത്. എന്ത്? വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തുകളെല്ലാം വഴികേടെല്ലാം നരകത്തിലേക്കാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്ത ഒരു പുതിയ കർമ്മമാണെങ്കിൽ ആ കർമ്മം ഓരോ വർഷവും അതിന് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിലായിരിക്കും, വ്യത്യസ്ത കോലത്തിലായിരിക്കും. ഇപ്പോൾ വലിയ പെരുന്നാൾ എല്ലാ നാട്ടിലും ഒരുപോലെയാണ്. വലിയ പെരുന്നാളിൻ്റെ സുന്നത്തുകൾ എല്ലാ നാട്ടിലും ഒരുപോലെയാണ്. ദുൽഹിജ്ജ മാസത്തിന് പ്രത്യേകതയുണ്ട്. അതിൽ ദുൽഹിജ്ജ 10-നാണ് വലിയ പെരുന്നാൾ. അത് എങ്ങനെയാണ്? അത് റസൂൽ നിസ്കാരം പഠിപ്പിച്ചു, തക്ബീർ എല്ലാം പഠിപ്പിച്ചു, അർക്കൽ എങ്ങനെ പഠിപ്പിച്ചു, എന്തിനെ ബലിയർക്കണം പഠിപ്പിച്ചു, എന്ന് ബലിയർക്കണമെന്ന് പഠിപ്പിച്ചു. അതിൻ്റെ മുമ്പ് ബലിയർത്താലോ ബലിയാവൂല. ഈ വലിയിരുന്നാളിൻ്റെ ബലിയാവൂല. ശേഷം അയ്യാമത്തെ ശരി കഴിഞ്ഞിട്ട് ബലിയർത്താലോ പറ്റൂല. അത് സൗദിയിലും അമേരിക്കയിലും ഇന്ത്യയിലും എല്ലായിടത്തും ഒരുപോലെയാണ്. കാരണം എൻ്റെ ദീന് പഠിപ്പിച്ചതാണ്. ഏത് ദീനിൻ്റെ ഏത് കർമ്മങ്ങളും അങ്ങനെ തന്നെ സഹോദരന്മാർ. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഷിയാക്കൾ ഇത് അവർക്ക് തോന്നിയ രൂപത്തിൽ അവരുണ്ടാക്കി. പിന്നെ 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റോപ്പായിരുന്നു. 1.5 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം മുളഫർ രാജാവാണ് ഉണ്ടാക്കുന്നത്. 3 തലമുറക്ക് പരിചയമല്ല. ഉത്തമ 3 തലമുറക്ക് പരിചയമല്ല. റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ താബികൾക്കോ താബികൾക്കോ ആർക്കും പരിചയമല്ല. 3 തലമുറ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയതാ ഷിയാക്കൾ. റസൂലുള്ളാഹിന്റെ മൗലിദ്, അലി റളിയല്ലാഹുവിന്റെ മൗലിദ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ മൗലിദ്, ഫാത്തിമ ബിയുടെ മൗലിദ്, ഒരൊക്കെ മൗലിദ് ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ആഘോഷങ്ങൾ. അത് വേറൊരു കോലത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു ഫാത്തിമി ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിന്നു. എത്ര കാലം നിന്ന്? ഏകദേശം 150 1.5 നൂറ്റാണ്ട് നിന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു സുന്നത്ത് നിൽക്ക്. പിന്നെ രണ്ടാമത് മുളഫർ രാജാവ് കൊണ്ടുവന്നു, ഹിർബൽ ഭരിച്ച മുളഫർ. അത് വേറൊരു കോലത്തിൽ. ഇന്നിപ്പോൾ പറയണ്ട എന്താ ചെയ്തു കൂട്ടുന്നത് എന്ന്. ഡാൻസും മ്യൂസിക്കും പാട്ടും റോഡ് ബ്ലോക്കാക്കലും എന്തെല്ലാമാണ് സഹോദരന്മാരെ. ഓണാഘോഷവും അതേപോലെ തന്നെ നബിദിനാഘോഷം കൊണ്ട് കൂടിക്കലർന്നിട്ട് മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് മഹാബലി തമ്പുരാനാണ് ദഫ് മുട്ടുന്നത്. അതാണ് അവസ്ഥ. അപ്പൊ ഇതാണ് ദീന്. ദീനിന്റെ പേരിലാണ് ഇത് നടത്തുന്നത്. ഓരോരോ കോലത്തിൽ സന്ദേശം കൈമാറാണ്. ഹാപ്പി ഓണം, ഹാപ്പി മീലാദ് ഒക്കെ ഒരുപോലെയാണ്. ഇതൊക്കെ മാപ്പിളമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഈ ഓണാഘോഷത്തിന്റെ അടിത്തറ എന്താ നമ്മൾ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാം ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. അപ്പൊ ഈ കോലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റുള്ള ആളുകളെ നിങ്ങൾ പിൻപറ്റും. ആ പിൻപറ്റുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ, ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പാടിപ്പറഞ്ഞ് പുകഴ്ത്തി അള്ളാഹുവിന്റെ ദറജയിലേക്ക് ഉയർത്തി വെച്ചു. എവിടുന്ന് വിളിച്ചാലും ഈസാ നബി കേൾക്കും. എന്ത് പ്രശ്നം ഈസാ നബി പരിഹരിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ മാലമൗലിദുകളുടെ പുകഴ്ത്തുകയാണ്. ആരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? റസൂൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്തിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂത ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ആഘോഷം വരുന്ന സമയത്ത് അവരുടെ പള്ളികളും ചർച്ചുകളും അവർ അലങ്കരിക്കുന്നു. ഇവിടെ അലങ്കരിക്കുന്ന മദ്രസകളും അതേപോലെ തന്നെ പള്ളികളും ഫുള്ള് തോരണങ്ങളാണ്. അവരെന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ണി യേശു ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ണി മുഹമ്മദ് ഉണ്ട്. അവിടെ ബർത്ത്ഡേ കേക്ക് റസൂൽ ഈ പറയപ്പെട്ട ക്രിസ്മസിന്റെ കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നബിദിനത്തിന്റെ കേക്ക് മുറിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോകളിലൂടെ ഈ ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. സൂചിപ്പിച്ച പോലെ തന്നെ മുൻഗാമികൾക്കൊന്നും നമ്മുടെ ഇതൊക്കെ കൊണ്ടെടുക്കുന്ന മുൻഗാമികൾക്ക് പോലും പരിചയമില്ലായിരുന്നു. സുബീന്റെ മുമ്പ് 4:30 മണിക്കും 3:30 മണിക്കൊക്കെ പള്ളിയിൽ പോയിട്ട് ആൾക്കാരൊന്നും ഉറങ്ങാൻ അയക്കാതെ ശബ്ദകോലാഹലങ്ങളുടെ അശറക്ക വൈദ്യ ചെല്ലാണ്. അതെന്താ? അത് ചെയ്യാനുള്ള കാരണമുണ്ട്. കാരണം നമ്മൾ ബാക്കിലാകാൻ പാടില്ല. യേശു ക്രിസ്തു ജനിച്ച ആ സമയത്ത് അവർക്ക് അവിടെ ആഘോഷമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, കുർബാന ചെല്ലാനുണ്ട്, ഇന്ന ശ്ലോകങ്ങളൊക്കെ അവർ ചൊല്ലുന്നു, അതുപടിയും ചെല്ലണം. അപ്പൊ നമ്മൾ മോശമാകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഏതേത് കർമ്മങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസ് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ലാ തത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ ദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം? ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ നിങ്ങളും പ്രവേശിക്കും. എന്താ ഉടുമ്പിന്റെ മാളം പറയാൻ കാരണം? ഉടുമ്പിന്റെ മാളം എന്താ പറയാൻ കാരണം? ഉടുമ്പിന്റെ മാളമാണ് എത്രയും കടക്കാൻ ഏറ്റവും പ്രയാസം. വളഞ്ഞ് ഉള്ളിൽ കണ്ടു കയറാൻ പിന്നെ ഒരുപാട് വളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പ്രയാസം. അപ്പൊ അത്രയ്ക്ക് എടുങ്ങാറുള്ള വിധേയത്ത് പോലെ ചെയ്തു കൂട്ടിയാൽ നിങ്ങൾ അതും ചെയ്യും. മത്സരിക്കും നിങ്ങൾ. റസൂലുള്ളാഹിയോട് ആരെയാണ് റസൂൽ നിങ്ങൾ ഉദ്ദേശിച്ചത്? യൂത ക്രിസ്ത്യാനികളെയാണോ? അല്ലാതെ പിന്നെ ആരെ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുതരാൻ. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ സഹോദരന്മാരെ ഇങ്ങനെ പാട്ടും മ്യൂസിക്കും അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന പേരിൽ മാപ്പിളമാരായിട്ടുള്ള ആളുകൾ ദീനിനെ മുഴുവൻ ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ, ദീനിനെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഓണാഘോഷത്തിൻ്റെ അർമാദത്തിലാണ് നമ്മൾ. ഹൈന്ദവർക്ക് പോലും സംശയം നമ്മളെ കൈക്കുന്ന് പോയോന്ന്. നമ്മളെ കൈക്കുന്ന് പോയോ? കാരണം അവരെക്കാൾ കാശ് പൊട്ടിക്കുന്നത് 3.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനാണ് മാവേലി പിന്നെ ഹെലികോപ്റ്ററിൽ വരുന്നത്. കിണറ്റിൽ നിന്ന് വരുന്ന മാവേലി വേറെ, ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന ഇതൊക്കെ മാപ്പിള സ്ഥാപനങ്ങളിലാണ്. നമ്മൾ മത്സരിക്കുകയാണ്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും സെറ്റ് സാരി എടുത്ത് ആണും പെണ്ണും തുള്ളുകയാണ്, വൈബാക്കുകയാണ്. അതിനിടയിൽ മുസ്ലിം ചെറുപ്പക്കാരൻ ഓണവൈബിന്റെ ഇടയിൽ തന്നെ മരിച്ചു വീയാണ് അല്ലേ? നമ്മൾ വീഡിയോയിൽ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകി. അള്ളാഹു ആയുസ് നൽകി. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. എന്തിനാണ് ഒരു മനുഷ്യന്റെ അജണ്ട എന്ന് പഠിപ്പിച്ചിടുന്നു. പഠിക്കാൻ ഭാഗ്യം കിട്ടിയവനാ അജണ്ട പഠിപ്പിച്ചു. എന്താ പർപ്പസ് ജീവിതത്തിന്റെ? വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല, മുസ്ലിമായി കൊണ്ടല്ലാതെ ജീവിക്കാൻ പാടില്ല. ആണും പെണ്ണും കൂടിയിരുന്ന ആടിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കണ് മുസ്ലിം പേരുള്ള ആളുകൾ അല്ലേ? എത്ര നമ്മൾ കാണുന്നു സഹോദരന്മാരെ. അള്ളാന്റെ റസൂല് ഓരോ ഖുത്ബയിലും പറയുന്ന 2 ഉപദേശങ്ങളാണ്. നിങ്ങൾ ബിദ്അത്തുകൾ ചെയ്യല്ലേ. രണ്ടാമത് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. വിശുദ്ധ ഖുർആനിന്റെ തഖ്വയുടെ ആയത്ത് ഓതിക്കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. നമ്മളെ അറിയുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ പ്രിയപ്പെട്ട റബ്ബ് എന്തിനാണ് നിങ്ങളെ പടച്ചിട്ടുള്ളത്? അവനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ. ഇതല്ല ലോകം. എണ്ണിച്ചുട്ടപ്പം പോലെ നിസ്സാരമായ ലോകമാണ്. ഏത് സമയത്തും പോകേണ്ടി ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് കുഴഞ്ഞു വീണ് മനുഷ്യൻ മരിക്കുകയാണ്. എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്. മനുഷ്യന്റെ ആഗ്രഹം തീരൂ? ഒരിക്കലും തീരൂല. ഒരിക്കലും മനുഷ്യന്റെ ആഗ്രഹം തീരൂല. ചെയ്തതോ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചതോ അവൻ ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ, അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. 2 കോടിയുടെ വീടെടുത്തിട്ട് പിറ്റേന്ന് മരിച്ചു പോവുകയാണ്. അവൻ ആ വീട് താമസിക്കണ്ടോ? ഇല്ല, താമസിക്കുന്നില്ല. കഷ്ടപ്പെട്ട് ഒരു പുരുഷായുസ് മുഴുവൻ ഉണ്ടാക്കി, അധ്വാനിച്ചതെല്ലാം കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി. പക്ഷെ അവിടെ കാല് ഒന്ന് കിടന്നുറങ്ങാൻ, അന്തി ഉറങ്ങാൻ അയാൾക്ക് ഭാഗ്യമില്ല. അയാളെ മയ്യത്താണ്ട് കൊണ്ടുവന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ആദ്യം തന്നെ പുതിയ വീട്ടിലേക്ക് മയ്യത്ത് ഉണ്ടാകാൻ പാടില്ല, തറവാട്ട് കിടക്കട്ടെ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ.
തറവാട്ട് കിടക്കട്ടെ, അത് അശുഭ ലക്ഷണമാണ്. മയ്യത്ത് പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലേ? അയാളുടെ ജീവിതമായിരുന്നു ആ വീട്, ദൂർത്ത് നോക്കിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, യൗമൻ, ഒരു ദിവസത്തെ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം. എപ്പോഴാണെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഏത് ദിവസത്തിലാണെങ്കിലും ഏത് നാട്ടിൽ വെച്ചാണെങ്കിലും എവിടെയാണെങ്കിലും രാത്രിയാണെങ്കിലും പിന്നെ പകലിലാണെങ്കിലും അടക്കത്തിലാണെങ്കിലും അനക്കത്തിലാണെങ്കിലും ഏത് സമയത്ത് പോകേണ്ടി വന്നാലും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ഒരു ദിവസത്തെ. ആ ഒരു ദിവസത്തെ സൂക്ഷിച്ചാൽ മതി നിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പടച്ചറപ്പിന്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിതമാകണം. അവിടെ വൈബില്ല, ഹറാമായ വൈബില്ല, ഹലാല വൈബുകളുണ്ട്. ആണും പെണ്ണും കൂടിക്കരലില്ല. ഓണത്തിന്റെ പേരും പറഞ്ഞ് എന്ത് തോന്നിയോസം ചെയ്തു കൂട്ടലില്ല. മറ്റുള്ളവരുടെ ആഘോഷം പുലുകിക്കൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളില്ല. അതിനുവേണ്ടി പതിനായിരങ്ങൾ പൊട്ടിക്കലില്ല, അല്ലേ? കമ്പവലിയും അതേപോലെ തന്നെ ആണും പെണ്ണുമാണ് കമ്പവലിക്കുന്നത്, കമ്പവലി നടത്തുന്നതും അതേപോലെ തന്നെ മത്സരങ്ങൾ നടത്തുന്നതും. എല്ലാവർക്കും കണ്ണിന് ആനന്ദം, കാതിന് ആനന്ദം, എല്ലാവർക്കും ആനന്ദം കൊടുക്കുകയാണ്, അല്ലേ? മുസ്ലിം ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ അവിടെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ അത് കണ്ട് ആസ്വദിക്കുകയാണ് മറ്റുള്ള ആളുകൾ. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. റീൽസുകളായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ നിറഞ്ഞാടുകയാണ്. പക്ഷെ അല്ലാഹ് പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മറക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്. ഓരോ ആത്മാവും എന്തെന്ന് ചെയ്തുവോ, എന്ത് ചെയ്തിട്ടുണ്ടോ അത് പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തിരിച്ചു തരും. നന്മ ചെയ്തോ നന്മയുണ്ട്, തിന്മ ചെയ്തോ കത്തിയാളുന്ന നരകമുണ്ട്, കത്തിയാളുന്ന നരകമുണ്ട്. വഹും ലാ യുളമൂൻ. ആരും ആക്രമിക്കപ്പെടാത്ത നന്മ ചെയ്തവർക്കെല്ലാം കിട്ടും. സുഹൃത്തുക്കളെ, അതേ, വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ. അതിനാണ് പ്രതീക്ഷയുള്ളത്. ഒരു നന്മയും പാഴാവൂല, ഒരു നന്മയും പാഴാവൂല, ഒരു തിന്മയും പാഴാവൂല. അണുമണി തൂക്കം ചെയ്തിട്ടുണ്ടോ കാണും. അണുമണി തൂക്കം. ഹറാമായൊരു നോട്ടം, ഹറാമായൊരു കമന്റ്, ഹറാമായൊരു ടച്ച്, അല്ലേ? അന്യ സ്ത്രീകളോട്, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട്, ഇല്ലേ? എപ്പോൾ വഴിമാറുന്നു സംസാരം എന്നുള്ളത് നമ്മുടെ കൽബിനറിയാം. എപ്പോഴാണ് ആ പെണ്ണിനോട്, ആ പുരുഷനോട് എൻ്റെ സംസാരം വഴിമാറിയത്, അല്ലേ? ഭാര്യക്കറിയില്ല, ഭർത്താവിനറിയില്ല, നാട്ടുകാർക്കറിയില്ല. എൻ്റെ കൽബിനറിയാം, എനിക്കറിയാം. പ്രിയപ്പെട്ട റബ്ബിന് അതിനേക്കാളും അറിയാം. എല്ലാം അറിയുന്ന റബ്ബ് അണാപ്പൈ തീർത്ത് പ്രതിഫലം തരുന്നൊരു ലോകമുണ്ട്. ആ ലോകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ലോകത്തേക്കുള്ള പോക്കിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ഇതല്ല ലോകം, വരാനിരിക്കുന്നതാണ് ലോകം. ആ ലോകത്തെ കളർന്നു കുടിക്കുന്ന, തകർത്ത് കുളിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. വിദേഹത്തുകളാകട്ടെ, മറ്റു മതസ്ഥരുടെ ആചാരമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. سوف شريك أرتلك الله أكبر. سبحانك اللهم وبحمدك.
بك تبارك اسمك تعالى جدك ولا إله غيرك. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. سبحانك اللهم وبحمدك. الله أكبر. الله أكبر. سبحانك اللهم ربنا وليك. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. سبحانك اللهم ربنا وليك. الله أكبر. تحياتنا
السلام عليك أيها النبي ورحمة. السلام علينا بارك الحمد لله السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الله أكبر. استغفر الله استغفر الله استغفر الله. اللهم أنت السلام ومنك السلام.